കഴിക്കാവുന്നതേ കഴിക്കാവൂ, കഴിക്കാവുന്ന നേരത്തെ കഴിക്കാവൂ. കഴിക്കാതിരിക്കരുത്. കഴിക്കുക എന്നതൊരു അനിവാര്യതയാണ്. ആരോഗ്യം നിലനിർത്തണമെങ്കിൽ കഴിക്കണം. ഇപ്പം രാത്രി ഭക്ഷണം കഴിക്കാത്തവരുണ്ട്. രാത്രി ഭക്ഷണം കഴിക്കാതിരിക്കരുത്. രാത്രി ഭക്ഷണം കഴിക്കാതിരുന്നാൽ മനുഷ്യൻ്റെ പേശിബലം നഷ്ടപ്പെടും. പക്ഷെ നേരത്തെ ആക്കണം. പക്ഷെ രാത്രി ഭക്ഷണം എപ്പോൾ കഴിക്കണം? വൈകുന്നേരത്തിന് തൊട്ട് മുമ്പ് കഴിക്കണം, അല്ലെങ്കിൽ വൈകുന്നേരമായ ഉടനെ കഴിക്കണം, അല്ലെങ്കിൽ വൈകുന്നേരത്തിന് തൊട്ട് മുമ്പ് കഴിക്കണം. ഒരു 6 മണി 7, 7:30 അതിനപ്പുറത്തേക്ക് പോകരുത്. 6, 7, 7:30 7:30 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിച്ചിരിക്കണം. ആയുസ്സൊക്കെ പഠിച്ചവനല്ലേ തരുന്നത്, അതൊക്കെ ശരിയാണ്. പക്ഷേ അതേസമയത്ത് അതേ പഠിച്ചവൻ നമ്മളോട് ആരോഗ്യം സൂക്ഷിക്കാനും ആയുസ്സിന് വേണ്ടി കൂടുതൽ ആഗ്രഹിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അതും പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാത്തിനും ഉറക്കമുള്ളതുപോലെ നിങ്ങളുടെ എല്ലാ ഓർഗൻസിനും ഉറക്കമുണ്ട്. ഒരു സമയം കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാണ് ഇത്. നമ്മുടെ ദഹന വ്യവസ്ഥക്ക് ഒരു ക്ലോക്ക് ഉണ്ട്. നമ്മുടെ ബോഡിക്ക് അത് ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്. പടച്ചതമ്പുരാൻ നിശ്ചയിച്ചൊരു ക്ലോക്ക് ഉണ്ട് ബോഡി. സമ്പത്തിന് വേണ്ടി ഒരു ആയുസ്സിനെ നശിപ്പിക്കരുത്. സമ്പത്ത് കുമിഞ്ഞുകൂടാൻ വേണ്ടിയിട്ട് മാത്രം മനുഷ്യൻ ജീവിക്കരുത്. സമ്പത്തിൻ്റെ പിന്നാലെ ഓടി ആയുസ്സിനെ നശിപ്പിച്ച് കളയരുത്. സമ്പത്തിൻ്റെ പിന്നാലെ ഓടിയിട്ട് കുടുംബസുഖത്തെ ഇല്ലാതാക്കരുത്. സമ്പത്തിനെ പ്രണയിച്ച് ഭാര്യയെ പ്രണയിക്കാൻ മറക്കരുത്. സമ്പത്തിൻ്റെ പിന്നാലെ ഓടി കുടുംബജീവിതം ദുസ്സഹമാക്കരുത്. ഇങ്ങനെ പറയുന്ന പതിനായിരക്കണക്കിന് ഉദ്ധരണികൾ ലോകത്ത് എല്ലാ മതങ്ങളിലും എല്ലാ പുണ്യപുരുഷന്മാരുടെ വാക്കുകളിലും നമുക്ക് എമ്പാടും കണ്ടെത്താൻ കഴിയും. അതേസമയം ആരോഗ്യത്തെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു വാക്ക് ലോകത്ത് ഒരു മഹാൻ പറഞ്ഞതായി കാണാൻ സാധ്യമല്ല. ഒരു മഹാനോ ഒരു മഹതിയോ ഒരു വേദമോ ഒരു ഇതിഹാസമോ ഒരു ഉപനിഷത്തോ എവിടെയെങ്കിലും ഒരു പുണ്യവചനമോ ഒരു പുണ്യപുരാണമോ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മഹൽ വചനത്തിൽ ആരോഗ്യത്തെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു വാക്ക് കാണുകയേ സാധ്യമല്ല. എന്തുകൊണ്ട്? ആരോഗ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആരോഗ്യത്തെപ്പോലെ പ്രധാനപ്പെട്ടതൊന്നുമില്ല. അത് വളരെ നമ്മൾ ശ്രദ്ധിക്കണം. ആരോഗ്യത്തെപ്പോലെ നിസ്സാരമായ ഒന്നുമില്ല. ആരോഗ്യം അതിൻ്റെ മൂല്യം കണക്കാക്കാനും കഴിയില്ല. ആരോഗ്യത്തിൻ്റെ മൂല്യം കണക്കാക്കാൻ കഴിയില്ല. ഈ ഭൂമിയുടെ സമ്പത്തിന് മൊത്തം ഒരു മൂല്യം കണക്കാക്കാൻ വേണമെങ്കിൽ ഒരു കർമ്മയോഗിക്ക്, ഒരു ഋഷിതുല്യനായ ഒരു ഇതിഹാസകാരന്, ഒരു ഉന്നതനായ മഹാത്മാവിന് കഴിഞ്ഞേക്കാം. പക്ഷെ ആരോഗ്യത്തിനൊരു വില കണക്കാക്കാൻ കഴിയില്ല. ഒന്നും കഴിയില്ല. അതുകൊണ്ട് ഈ പ്രഭാഷണം കേൾക്കുന്ന എല്ലാവരും ഇത് കേൾക്കണമെന്ന് എൻ്റെ വിശ്വാസം. ആരോഗ്യത്തിന് വേണ്ടി നമ്മുടെ ജീവിതചര്യകളെ മാറ്റണം. നിലവിൽ നമ്മുടെ പല കാര്യങ്ങളും ആരോഗ്യത്തെ പരിഗണിക്കാതെയാണ്. ആരോഗ്യദായകമായ രൂപത്തിൽ ആരോഗ്യം സമ്പന്നമായ എമ്പാടും ആരോഗ്യം, കരുത്ത്, ബലം, കായബലം, ശരീരബലം, മാനസിക ബലം, ബുദ്ധിബലം, മസിൽ പവർ, പേശീബലം, ഇങ്ങനെ മനുഷ്യന് അതനുസരിച്ച് അവൻ്റെ ജീവിതത്തെ അവൻ ചിട്ടപ്പെടുത്തണം. പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും അത് ആരോഗ്യമുള്ള ആളുകളെ എല്ലാവരും ഇഷ്ടപ്പെടും. അവർക്ക് സൗന്ദര്യം, ആരോഗ്യമാണ് സൗന്ദര്യം. അല്ലാതെ മുഖത്തിൻ്റെ കേവലമുള്ളൊരു ഭംഗിയല്ല സൗന്ദര്യം. ആരോഗ്യമാണ് സൗന്ദര്യം. ഒരു സ്ത്രീ, അവൾക്ക് മുഖഭംഗിയുണ്ട്, പക്ഷെ ആരോഗ്യമില്ലെങ്കിൽ ആര് ശ്രദ്ധിക്കാനാണ്? വേറൊരു പെണ്ണായാലും ഇനി ആണായാലും മുഖസൗന്ദര്യമൊന്നും വല്ലാതെ ഇല്ല, പക്ഷെ നല്ല പേശിബലമുണ്ട്, കരുത്തുണ്ട്, ബലമുണ്ട്, ആരോഗ്യമുണ്ട് എങ്കിൽ കണ്ണെടുക്കാൻ തോന്നൂല. ആ മനുഷ്യനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നൂല. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗം നമ്മൾ കാണുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കരുത്ത്, അദ്ദേഹത്തിൻ്റെ നെഞ്ചിൻ്റെ കരുത്ത്, അദ്ദേഹത്തിൻ്റെ തോളലിൻ്റെ വിശാലത, നെറ്റിത്തടത്തിൻ്റെ വിശാലത, ഇതൊക്കെ നമ്മൾ നോക്കി നിന്ന് പോകും. വീണ്ടും നോക്കി പോകും. പടച്ചവൻ്റെ വല്ലാത്തൊരു അനുഗ്രഹം അതിലൂടെ വരുന്നതായി നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഞാൻ എൻ്റെ ശ്രോതാക്കളോട് വളരെ താഴ്മയായി അപേക്ഷിക്കുകയാണ്, നമ്മുടെ ജീവിതത്തെ നമ്മൾ അതനുസരിച്ച് ചിട്ടപ്പെടുത്തണം. നിർബന്ധമായും
നമ്മൾ ഇതിൽ ചില കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നുണ്ട്. ഇന്ന് തുടക്കം, നാളെ അടുത്ത ചൊവ്വാഴ്ച അതിൻ്റെ ബാക്കി ഭാഗം പറയും. അതായത് ഭക്ഷണം നിർത്തണം എന്ന് പറയുന്ന സമയത്ത് ഭക്ഷണം നിർത്തിയിരിക്കണം. ഇന്നതേ കഴിക്കാവൂ അതേ കഴിക്കാവൂ. ഭക്ഷണം പടച്ചു തമ്പുരാൻ ഈ ലോകത്ത് തന്ന ഭക്ഷണം ഒക്കെ ഭക്ഷണമാണ്. ഓരോരുത്തർക്കും അവരവരുടെ ചിട്ടയിലും മതത്തിലും രീതിയിലൊക്കെ വ്യത്യസ്ത ഭക്ഷണങ്ങളുണ്ട്. അതെല്ലാം ആരോഗ്യദായകമാണ്. അതിലൊന്നും ആരും ഒരാളും ഇടപെട്ട് കുറ്റം പറയേണ്ടതില്ല, എല്ലാം. പക്ഷെ ആ ഭക്ഷണം കഴിക്കാനുള്ള ചില രീതികളും പറഞ്ഞിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം. കുടൽ നിറക്കുക എന്നത് നമ്മുടെ ഇന്നത്തെ ഒരു പുതു രീതിയാണ്. കുടലങ്ങോട്ട് നിറക്കുക, ആ സമയമില്ല, നോട്ടല്ല, ഒന്നുമില്ല. കുടൽ നിറക്കുക, ആമാശയം നിറക്കുക, കുടൽ കുത്തിച്ച് തിരികെ അങ്ങോട്ട് നിറക്കുക. എന്നിട്ട് അതുകൊണ്ട് ആരോഗ്യമുണ്ടാകും എന്ന് വിചാരിക്കുക. സത്യത്തിൽ അത് കൊണ്ടുവരുന്നവർ അനാരോഗ്യത്തിന് കയ്യും കണക്കുണ്ടാവില്ല. ജീവിതം നശിച്ചു. വയറ് ചാടി, കുടവയറ്, ഇങ്ങനെ വയറ് ചാടി, ഇങ്ങനെ ആവശ്യമല്ലാത്ത നീര് കെട്ടി, വയറിൻ്റെ ഇവിടെയൊക്കെ നീര് കെട്ടും. പല ആളുകൾക്കും വയറ് നീര് കെട്ടും. അവശിഷ്ടങ്ങൾ എപ്പോഴും ആമാശയത്തിലും കുടലിലും അങ്ങനെ ബാക്കിയായി കിടക്കും. മര്യാദക്ക് വയറ്റി നോവില്ല. ആ വ്യക്തിക്ക് മുഖകാന്തി ഉണ്ടായാൽ പോലും ഓജസ് ഉണ്ടാവില്ല. മുഖത്തിനൊരു ചുരുക്കൊക്കെ ഉണ്ടായേക്കാം, അതായത് ഒരു വെളുപ്പൊക്കെ ഉണ്ടായേക്കാം, പക്ഷെ ഓജസ് ഉണ്ടാവില്ല, ഉത്സാഹം ഉണ്ടാവില്ല, കരുത്തുണ്ടാവില്ല. ഉത്സാഹം എന്നത് ആരോഗ്യത്തിൻ്റെ ബൈ പ്രൊഡക്റ്റാണ്. ഒരാൾക്ക് ആരോഗ്യമില്ലെങ്കിൽ ഉത്സാഹം ഉണ്ടാവില്ല. ആരോഗ്യമില്ലേ ഉത്സാഹം ഉണ്ടാവില്ല. ആരോഗ്യമുണ്ടാകുമോ എങ്കിൽ അയാൾക്ക് ഉത്സാഹം ഉണ്ടാവും, ഉറപ്പായിട്ടും. അയാൾക്ക് ഏതൊരു കാര്യത്തിനും ഒരു ഡിസിഷൻ എടുക്കാൻ അയാൾക്ക് കഴിയുകയും ചെയ്യും. എന്ത് കാര്യത്തിനും. അയാൾക്ക് വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ലേ അതൊന്നും നോട്ടില്ല. വിദ്യാഭ്യാസം എന്നത് ഇന്ന് പലപ്പോഴും നമുക്ക് പണം കളക്ട് ചെയ്യാനുള്ള മാധ്യമങ്ങൾ മാത്രമാണ്. ഒരു ഡിസിഷൻ എടുക്കാൻ പലപ്പോഴും വിദ്യാഭ്യാസം കൊണ്ട് കഴിഞ്ഞോളണം എന്നില്ല. അതേ സമയത്ത് നമ്മളെ പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ എത്രയോ നാട്ടുമൂപ്പന്മാരെ കണ്ടിട്ടുണ്ട്. നല്ല ആളുകൾ, അവരൊരു കാര്യം അവരെ മുന്നിൽ നെല്ലും പതിനും വേർതിച്ചു കൊടുക്കും. വിദ്യാഭ്യാസം ഉണ്ടോ? ഇല്ല. ഒരു 4ാം ക്ലാസ്സോ 5ാം ക്ലാസ്സോ സ്കൂളിൽ പോയിട്ടുണ്ടാവും, 4ാം ക്ലാസ്സോ 5ാം ക്ലാസ്സോ മദ്രസയിലും പോയിട്ടുണ്ടാവും, ഒന്നിരിക്കൽ. അല്ലെങ്കിൽ ഒരു ഓത്തുപള്ളി പോയിട്ടുണ്ടാവും, 2, 3, 4ാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ വിദ്യാഭ്യാസം ഇല്ല. പക്ഷേ ഏത് കലക്ടറുടെ കാര്യത്തിൽ വരെ അവർക്ക് തീരുമാനമെടുക്കാൻ കഴിയും. ഒരു കലക്ടർക്ക് കിട്ടിയാൽ തീരുമാനമെടുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അവർക്ക് തീരുമാനമെടുക്കാൻ കഴിയും. എന്താണ് അവർക്ക് ഏത് കാര്യത്തിൽ ഉത്സാഹം ഉണ്ടാവും. അവർ വളരെ നാച്ചുറലായ ഭക്ഷണം കഴിക്കും. ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയുന്നത്, ഇന്ന് നിങ്ങൾ ആരോഗ്യത്തെ ശ്രദ്ധിച്ചിട്ടല്ലാതെ മുന്നോട്ട് പോകരുത്. അതിന് വലിയ വില കൊടുക്കണം. അതെന്തിനേക്കാളും അത് ഉറങ്ങാവുന്ന കാര്യത്തിൽ, ഉണരുന്ന കാര്യത്തിലൊക്കെ നമ്മളിന്ന് ദഹനവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്തിൻ്റെ തുടക്കമാണ് ഇന്നത്തെ പ്രഭാഷണം. ദഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉറക്കം. അപ്പം നിർബന്ധമായും കൃത്യമായ സമയത്ത് ഉറങ്ങിയിരിക്കണം. ഒരൊറ്റ ഉറക്കത്തിൽ 6 മണിക്കൂറെങ്കിലും ഉറങ്ങണം. ഒറ്റക്കിടത്തത്തിൽ ഒരൊറ്റ ഉറക്കം. അപ്പോഴേ ദഹനം ശരിയാവും. ദഹനം ശരിയായില്ലെങ്കിലോ ഒന്നും ശരിയാവില്ല. ദഹനം ശരിയായില്ലെങ്കിൽ ആരോഗ്യം ഉണ്ടാവില്ല. ആരോഗ്യത്തിന് മർമ്മത്താ ദഹനം. കഴിക്കാവുന്നതേ കഴിക്കാവൂ, കഴിക്കാവുന്ന നേരത്തെ കഴിക്കാവൂ. കഴിക്കാതിരിക്കരുത്. കഴിക്കുക എന്നതൊരു അനിവാര്യതയാണ്. ആരോഗ്യം നിലനിർത്തണമെങ്കിൽ കഴിക്കണം. അതൊക്കെ അതിൻ്റെ സിസ്റ്റാണ് ഞാനീ പറയുന്നത്. ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ കഴിക്കണം. അപ്പോൾ രാത്രി ഭക്ഷണം കഴിക്കാത്തവരുണ്ട്. രാത്രി ഭക്ഷണം കഴിക്കാതിരിക്കരുത്. രാത്രി ഭക്ഷണം കഴിക്കാതിരുന്നാൽ മനുഷ്യൻ്റെ പേശിബലം നഷ്ടപ്പെടും. പക്ഷെ നേരത്തെ ആക്കണം. നേരത്തെ ആക്കണം. ഉദാഹരണം പറയാം. ഞാൻ ഭാഗത്ത് വിശദമായി പിന്നീട് വിശദമായി വരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ആകത്തുക കാര്യങ്ങളെ ഞാനൊന്ന് പറയുകയാണ്.
രാത്രി ഭക്ഷണം കഴിക്കാതിരിക്കരുത്. രാത്രി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പേശിബലം കുറയും. പേശിബലം ആരോഗ്യത്തിൻ്റെ കൃത്യതയാണ്. ആരോഗ്യമുണ്ടാണെങ്കിൽ പേശിബലം ഉണ്ടെങ്കിലേ ആരോഗ്യമുണ്ടാവും. രാത്രി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പേശിബലം കുറയും. പക്ഷെ രാത്രി ഭക്ഷണം എപ്പോൾ കഴിക്കണം? വൈകുന്നേരത്തിന് തൊട്ട് മുമ്പ് കഴിക്കണം, അല്ലെങ്കിൽ വൈകുന്നേരമായ ഉടനെ കഴിക്കണം, അല്ലെങ്കിൽ വൈകുന്നേരത്തിന് തൊട്ട് മുമ്പ് കഴിക്കണം. ഒരു 6 മണി, 7, 7:30 അതിനപ്പുറത്തേക്ക് പോകരുത്. 6, 7, 7:30 7.5 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിച്ചിരിക്കണം. പിന്നെ ഏത് പ്രധാന രാഷ്ട്രീയ നേതാക്കന്മാർ, പ്രവർത്തകന്മാർ, ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർ, പൊതുപ്രവർത്തകന്മാർ, ഈ പൊതുപ്രവർത്തകന്മാർക്കൊക്കെ രാത്രി കാലങ്ങളിൽ പല പരിപാടികളുണ്ടാവും. അവിടെയൊക്കെ ഇവർ പോകേണ്ടി വരും. പക്ഷെ ഭക്ഷണം കഴിക്കരുത്. ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചോളൂ, എന്തെങ്കിലും ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചോളൂ, ചൂടുവെള്ളം കുടിച്ചോളൂ. അങ്ങനെ എന്തെങ്കിലും വളരെ ലൈറ്റായിട്ടല്ലാതെ ഒരു ഫംഗ്ഷന് പോയാൽ രാത്രി കാലത്ത് ഞാൻ പൊതുപ്രവർത്തകന്മാരോടും രാഷ്ട്രീയ പ്രവർത്തകന്മാരോടൊക്കെ പറയാം, നിങ്ങളൊക്കെ ഈ സമൂഹത്തിന് ആവശ്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ രംഗത്തിൽ കഴിവ് തെളിയിച്ചത് കൊണ്ടാണല്ലോ നിങ്ങളൊരു നേതാവായി തുടരുന്നത്. നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ സമൂഹത്തിന് ആവശ്യമുണ്ട്. ഇതിന് ആദ്യം നിങ്ങൾക്ക് ആരോഗ്യം വേണം. CH മുഹമ്മദ് കോയ എന്നൊരു മനുഷ്യനെ ഈ മലയാളക്കര കണ്ടത്തിൽ, മുസ്ലിം സമുദായത്തിൽ നിന്ന് മലയാളക്കര കണ്ട ഒരു ജീനിയസ് മനുഷ്യനാണ്. പക്ഷെ ആകെ ജീവിച്ചത് 55 വയസ്സാണ്. ഒരു 100 വയസ്സാ മനുഷ്യൻ ജീവിച്ചിരുന്നെങ്കിൽ സമൂഹത്തിനുണ്ടാകുന്ന നേട്ടങ്ങൾ എത്രയായിരുന്നു? എന്താ സംഭവിച്ചത്? ഈ 55 വയസ്സ് ജീവിച്ചത് തന്നെ എങ്ങനെയാ? 983 എൻ്റെ കുട്ടിക്കാലത്ത് CH മുഹമ്മദ് കോയ സാഹിബ് മലപ്പുറത്ത് വന്ന് പ്രസംഗിക്കുമ്പോൾ ഞാനതിന് താഴെ തറയിലിരുന്ന് പ്രസംഗം കേൾക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ വാക്ക് ഞാനൊരു സഞ്ചരിക്കുന്ന മൃതദേഹമാണ് എന്നാണ്. ആദ്യത്തെ വാക്കത ഞാനൊരു സഞ്ചരിക്കുന്ന മൃതദേഹമാണ് എന്ന് പറഞ്ഞുകൂടെ തുടങ്ങി തന്നെ. അദ്ദേഹത്തെ പോലെ പദസമ്പത്തുള്ള ഒരു പ്രഭാഷകൻ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അത്രയും ജീനിയസ്, കഴിവുള്ള ആൾ, നല്ല മനുഷ്യൻ. പക്ഷെ ആരോഗ്യം ക്ഷയിച്ചുപോയി. അപ്പോൾ ആ സമ്പത്ത്, ആ ഒരു വ്യക്തിയുടെ ആ വ്യക്തി സമ്പത്ത്, ആ വ്യക്തിയുടെ കരുത്ത് ലോകത്തിന് കിട്ടാതെ. ഞാനിതിൻ്റെ സിസ്റ്റം പറയാണ്, നാച്ചുറൽ സിസ്റ്റം. ആയുസ്സൊക്കെ പഠിച്ചവനല്ലേ തരുന്നത്, അതൊക്കെ ശരിയാണ്. പക്ഷേ അതേസമയത്ത് അതേ പഠിച്ചവൻ നമ്മളോട് ആരോഗ്യം സൂക്ഷിക്കാനും ആയുസ്സിന് വേണ്ടി കൂടുതൽ ആഗ്രഹിക്കാനും ആവശ്യപ്പെടുന്നുണ്ട്. അതും പറഞ്ഞിട്ടുണ്ടല്ലോ. കൂടുതൽ ആയുസ്സിന് വേണ്ടിയും കൂടുതൽ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം, അധ്വാനിക്കണം, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം. ഈ കാര്യങ്ങൾ ഗൗരവമായി മനസ്സിലാക്കണം. എന്തുകൊണ്ട് നേരെ വൈകി നിങ്ങൾ ഒരു 9 മണി 10 മണിക്കൊക്കെ നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം പിന്നെ ദഹിക്കൂല. കാരണം എല്ലാത്തിനും ഉറക്കമുള്ളതുപോലെ നിങ്ങളുടെ എല്ലാ ഓർഗൻസിനും ഉറക്കമുണ്ട്. ഒരു സമയം കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാണ് ഇത്. നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് ഒരു ക്ലോക്ക് ഉണ്ട്. നമ്മുടെ ബോഡിക്ക് അതിൽ ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്. പടച്ചതമ്പുരാൻ നിശ്ചയിച്ചൊരു ക്ലോക്ക് ഉണ്ട് ബോഡിയിൽ. ആ ക്ലോക്ക് അനുസരിച്ച് നമ്മുടെ എല്ലാ ഓർഗൻസും വർക്ക് ചെയ്യുള്ളൂ. നേരം വൈകിയാൽ ആ ക്ലോക്ക് തെറ്റി. നിങ്ങൾക്ക് പിടിച്ചിട്ട് വയറ്റിലിടാം, പക്ഷെ അത് ദഹിക്കൂല. ദഹിച്ചില്ലെങ്കിലോ നിങ്ങൾ ആമാശയം വീർക്കും, അതവിടെ കിടക്കും. അത് പിന്നെ നീരാകും, അത് പിന്നെ അനാവശ്യമായ സാധനമാവും. അത് മര്യാദക്ക് പുറത്തേക്കൂല, വയറങ്ങനെ വീർത്ത് കിടക്കും. എപ്പോഴെങ്കിലും അതിൻ്റെ പൊടിയും അംശങ്ങൾ മറ്റു മലത്തിൽ പോയാലും മലം അടിഭാഗത്തെ വയറ് നീര് കെട്ടി കിടക്കും, വേസ്റ്റോടെ കിടക്കും. എന്താ കാരണം ആ ക്ലോക്കിൻ്റെ സിസ്റ്റം തെറ്റിച്ചു. ഇത് നിർബന്ധമാണ്, വളരെ നിർബന്ധം. ചൈനയിൽ പോയ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ചൈന നമ്മൾ കണ്ടില്ലേ, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കായികമായ പല വിനോദങ്ങളും, സമുന്നതമായ കായിക രീതികൾ, ഇപ്പം കുങ്ഫു, കരാട്ടെ, ഇതൊക്കെ ചൈനയുടെ ചൈന, ജപ്പാന്, മലേഷ്യ, ആ ഏരിയയിൽ നിന്നാണ് പലതും വന്നത്. അവർ ആരോഗ്യത്തെ സൂക്ഷിക്കുന്നൊരു ജനതയാണ്. എന്നോടൊരാൾ ചൈനയിൽ പോയി വന്ന ഒരാൾ പറഞ്ഞു, രാത്രി ഭക്ഷണമേ ഇല്ല, വൈകുന്നേരത്തൂടെ ഭക്ഷണം സാധിക്കും, രാത്രി ഒരു ഹോട്ടൽ ഭക്ഷണം കിട്ടൂല, ഭക്ഷണമേ ഇല്ല. അതേ സമയത്ത് ഒരു പ്രഭാതത്തിൽ ഒരു 4-4:30 മണി കഴിഞ്ഞാലോ റോഡ് മുഴുവൻ നിറയെ ആളുകളായിരിക്കും ഭക്ഷണം കഴിക്കുക.
നിങ്ങളത് എന്താ അതൊക്കെ നമ്മൾ ചിന്തിക്കാത്തത്? ദഹനം കൃത്യമാക്കാണ്. ആ ജനത കരുത്തുള്ള ജനതയുമാണ് ചൈനക്കാർ. ആരും അവരോട് മുട്ടാൻ പോകുന്നില്ലല്ലോ. ആരവരോട് മുട്ടാൻ പോകുന്നത്? അമേരിക്ക വരെ അവരോട് മുട്ടാൻ പോകുന്നില്ല. അവരോട് മുട്ടിയ തോറ്റു. എന്തുകൊണ്ട്? അവർക്ക് അങ്ങനത്തെ കരുത്തുണ്ട്, അവർക്ക് ബുദ്ധിശക്തി കൂടുതലാണ്. കാരണം അൽ അഖ്ലു സലീം മിനൽ ജിസ്മി സലീം, ആരോഗ്യമുണ്ടായാലേ ബുദ്ധി ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മളെ ഈ രീതികളെ ഞാൻ സർക്കാർ നിരോധിക്കണമെന്ന് പറയല്ല, നിരോധിക്കണമെന്ന് പറയല്ല. ഈ ആരോഗ്യ വകുപ്പ് ഇതൊക്കെ ശ്രദ്ധിക്കണം, സർക്കാർ ശ്രദ്ധിക്കണം, പോലീസ് ശ്രദ്ധിക്കണം. ഇതൊക്കെ കാരണം ഒരു ജനത ഇങ്ങനെ മൃതം പോലെ ജീവിച്ചിട്ട് എന്താ കാര്യം? ഈ ഡെഡ് ബോഡി പോലെ കുറേ ഒന്നിനും പറ്റാത്ത മനുഷ്യന്മാർ രാജ്യത്തുണ്ടായിട്ട് എന്ത് പവറാണത്? അപ്പോൾ ഇത് ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഏറ്റവും മർമ്മപ്പെട്ട 2 ക്ലാസ്സുകൾ ഈ ആഴ്ചയും അടുത്ത ആഴ്ച 2 ക്ലാസ്സുകൾ തരും. അത് നമ്മുടെ ദഹനവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ്. ദഹനം ഉണ്ടായാലും കഴിക്കാതിരിക്കുകയും ചെയ്യരുത്, കഴിക്കണം. കഴിക്കേണ്ട നേരത്ത് കഴിക്കണം, ദഹിക്കുന്ന നേരത്ത് കഴിക്കണം, ദഹിക്കുന്നത് കഴിക്കണം. നേരം വൈകി കഴിക്കുക ചെയ്യരുത്, ഒരിക്കലും കഴിക്കരുത്. അങ്ങനെ സംഭവിച്ചു പോയാൽ നമ്മുടെ ആരോഗ്യം ക്ഷയിക്കും. ആരോഗ്യം ക്ഷയിച്ചാൽ പിന്നെ ഒന്നിനും പറ്റൂല. നിന്റെ ഭാര്യയ്ക്ക് തന്നെ പറ്റൂല. രാത്രി ഭർത്താവ് നേരം വൈകിയാണ് വന്നതെങ്കിൽ, നല്ല ഭാര്യയാണെങ്കിൽ ഭർത്താവിനോട് പറയാനുള്ളത് ഇനിയിപ്പോൾ ഒന്നും തിന്നണ്ടട്ടാ എന്നാണ് പറയേണ്ടത്. വല്ലാതെ ക്ഷീണമുണ്ടെങ്കിൽ വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലും ഒരു പഴം, ഒരാപ്പിളോ ഒരു റോബസ്റ്റ് പഴമോ അങ്ങനെ എന്തെങ്കിലും ഒരു വളരെ എന്തെങ്കിലും ഒന്ന് തൽക്കാലം കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാം അവർ? അതാണ് ആ സമയത്ത് ചെയ്യേണ്ട കാര്യം. അതാണ് നല്ല ഭാര്യയാണെങ്കിൽ ഭർത്താവിനോട് രാത്രി കഴിക്കാൻ സമ്മതിക്കരുത്. രാത്രി ഭക്ഷണം കൊടുക്കുന്ന ഭാര്യ നല്ല ഭാര്യയല്ല. നമ്മൾ ഭാര്യമാർ ഉണ്ടാക്കി വെക്കും, ഭാര്യമാരുണ്ടാക്കി വെച്ചിട്ട് ഈ ഉണ്ടാക്കി വെക്കുന്ന രീതി തന്നെ എപ്പോഴെന്നാണ്. ഇപ്പം നേരത്തെ കാലത്ത് ഉണ്ടാക്കി വെക്കും. ഉച്ചക്കത്തെ ഭക്ഷണം തന്നെ രാത്രിയിലേക്ക് നീട്ടുക. ഒരു ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ 3 മണിക്കൂറിനുള്ളിൽ ആമാശയത്തിലെത്തിയിരിക്കണം. ഇല്ലെങ്കിൽ ആ ഭക്ഷണത്തിന് കരുത്തുണ്ടാവില്ല. ആ ഭക്ഷണം മരിച്ച ഭക്ഷണമാണ്. പിന്നെ ഒരു ഡെഡായ ഭക്ഷണമാണ് ഉള്ളിൽ കയറ്റുക. ഭക്ഷണത്തിൻ്റെ നിയമമുണ്ട്. ഒരിക്കലും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കരുത്. ഞാൻ പലവട്ടം പറഞ്ഞു, ഫ്രിഡ്ജ് ഓഫാക്കിയിടണം. ഫ്രിഡ്ജ് എന്ന സാധനം ഒരു അനാവശ്യ സാധനമാണ്. ഫ്രിഡ്ജ് നല്ലതല്ല ഒരിക്കലും. നിങ്ങൾക്ക് ആരോഗ്യത്തോടു കൂടെ ജീവിക്കണമെങ്കിൽ വീട്ടിലെ ഫ്രിഡ്ജ് ഓഫാക്കണം. അത് കഴിയില്ലേ, നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല. ഫ്രിഡ്ജ് ഓഫാക്കണം നടക്കൂല ഉസ്താദെ. ആരോഗ്യത്തോടു കൂടെ ജീവിതമൊക്കെ നടക്കൂല. ഇപ്പം എന്താ ചെയ്യാന്ന് വെച്ചെങ്കിൽ ഇന്ന് ഉച്ചക്ക് നല്ല സത്യത്തിൽ ഉച്ചഭക്ഷണം ഉണ്ടാക്കൽ രാവിലെ 9 മണി 10 മണിക്ക് ഉണ്ടാക്കും. ആ ഉച്ചഭക്ഷണം തന്നെയാണ് എപ്പോഴേക്കും ഉപയോഗിക്കുക. വലിയൊരു ശതമാനം വീടുകളിലും ആ ഭക്ഷണം തന്നെ രാത്രി. ചിലപ്പോൾ ഒരു കറിക്കൂട്ടോ മറ്റോ ഇടയ്ക്ക് കൂട്ടിണ്ടാക്കും, അത്രയേ ഉള്ളൂ. എന്നാലും പ്രധാനപ്പെട്ട ഭക്ഷണമൊക്കെ ഉച്ചക്കത്തെ ഭക്ഷണം തന്നെയാണ് പല വീട്ടിലും രാത്രി. മരിച്ചു ഒരു ഭക്ഷണം 3 മണിക്കൂർ കഴിഞ്ഞാൽ മരിക്കും. ആ ഭക്ഷണം കഴിക്കരുത്. ആ ഭക്ഷണം ഫ്രിഡ്ജിൽ കയറ്റി വെക്കും. ഫ്രിഡ്ജിൽ ഭക്ഷണം വെക്കാനേ പറ്റില്ല. ഫ്രിഡ്ജ് ഭക്ഷണം തിന്നും. ഭക്ഷണത്തെ ഫ്രിഡ്ജ് തിന്നിട്ട് വേസ്റ്റ് അതിന്. ഞാൻ ഈ അടുത്ത ദിവസം ഒരാൾക്ക് ഇത് നല്ല റുത്തബ് ഒരാൾ മക്കയിൽ വന്നപ്പോൾ കൊണ്ടുവന്നു. അപ്പോൾ റുത്തബ് നല്ല കളർഫുള്ളായ റുത്തബ് എന്ന് മാത്രം. റുത്തബ് നല്ല റുത്തബ് പഴം, നല്ല രാഹത്തുള്ള ഭക്ഷണം. അതായത് ഈത്തപ്പഴത്തിൻ്റെ സമൃദ്ധമായ വല്ലാത്തൊരു ആരോഗ്യമുള്ള സാധനമാണ് റുത്തബ്. ആ റുത്തബ് എന്ത് ചെയ്തു? ഞാൻ എന്നെ ഒരാൾക്ക് കാണിച്ചു കൊടുത്തു. ഇന്നത് കുറച്ച് നേരങ്ങൾ നിങ്ങൾ ഫ്രിഡ്ജിൽ കയറ്റി വെക്കി. ഒരു പരീക്ഷണം ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചതിന് ശേഷം പുറത്തെടുക്കാൻ പറഞ്ഞു. പുറത്തെടുത്തു. അപ്പോഴും എല്ലാ റുത്തബിൻ്റെ കവിളൊട്ടിയിട്ടുണ്ട്. കവിളൊട്ടെന്ന് പറഞ്ഞാൽ നിറഞ്ഞ ഇങ്ങനെ നിന്നിരുന്ന പഴങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുമ്പോൾ
അപ്പം എന്തിൻ്റെത്? അതിൻ്റെ ഉള്ളിലുള്ള പോഷകങ്ങളെ ആര് വലിച്ചു? ഫ്രിഡ്ജ് വലിച്ചു. അത് ചോറ് വലിക്കും, കറി വലിക്കും, ഇറച്ചി വലിക്കും, മീൻ വലിക്കും, ഒക്കെ വലിക്കും. അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെ അത് വലിക്കും. ഒരു കാരണവശാലും ഫ്രിഡ്ജ് കയറ്റി വെക്കരുത്. അപ്പം എന്താ ചെയ്യേണ്ടതെങ്കിൽ ഭർത്താവിനോട്, ഇല്ലെങ്കിൽ അയാളോട് പറയണം, നിങ്ങൾക്ക് രാത്രി 7 മണിക്ക് എത്തുമോ? എത്തും. എന്നാൽ ഞാൻ അവിടെ ഭക്ഷണം ഉണ്ടാക്കി വെക്കും. 7 മണിക്ക് എത്തൂലേ എങ്കിൽ കിട്ടുന്നിടത്തു നിന്ന് ഏറ്റവും നിർദോഷകരമായ സാധനം അപ്പം നിങ്ങൾ കഴിച്ചാളി. ഒരു ഹോട്ടൽ വിശ്വാസനെ ഭക്ഷണം കഴിച്ചോളി. നല്ല പഴയ കാലത്തെ നാടൻ ഹോട്ടൽ പോലത്തെ ഹോട്ടൽ കിട്ടുകയാണെങ്കിൽ കുറച്ച് എന്തെങ്കിലും ലൈറ്റായി കഴിക്കാം. ഇല്ലെങ്കിലോ ഒരു ഫ്രൂട്ട്സ് കടയിൽ കയറിയിട്ട് 1 ആപ്പിളോ 2 ആപ്പിളോ ഒരു പഴമോ എന്തെങ്കിലും വാങ്ങിക്കഴിച്ചാൽ അത് ഭക്ഷണമായി. രാത്രി നേരം വൈകി എന്നാൽ ഭർത്താവിന് ഭാര്യ ഭക്ഷണം കൊടുക്കരുത്. എന്തുകൊണ്ട്? അത് അയാൾ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുകയാണ്, അദ്ദേഹിക്കൂല. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദഹനം. ആയുർവേദത്തിൽ മർമ്മാണ് ദഹനം. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയുർവേദം എന്നത് നമ്മുടേതാണ്, ഇന്ത്യയുടേതാണ്. പിൽക്കാലത്ത് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളാണ് അത് കൂടുതൽ ഉപയോഗിച്ച്. ഇന്ന് പിൽക്കാലഘട്ടത്തിൽ 20-ാം നൂറ്റാണ്ടിൽ അത് ലോക പ്രശസ്തമായി ആയുർവേദം. അപ്പം ആയുർവേദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മർമ്മമാണ് എന്ത്? ദഹനം. ദഹനം ശരിയായി നടക്കണമെങ്കിൽ ജഠരാഗ്നി ഉണർന്നു നിൽക്കണം എന്ന് പറയും. ശരീരത്തിലെ ദഹന വ്യവസ്ഥയെയും ഉപാപചയ പ്രക്രിയയെയും നിയന്ത്രിക്കുന്ന പ്രധാന ഒന്നാണ് ദഹനാഗ്നി. ദഹനാഗ്നി മന്ദാഗ്നി ആകരുത്, അതിന് മന്ദത ബാധിക്കരുത്. ദഹനാഗ്നി ഉണ്ട്, അതാണ് ജഠരാഗ്നി എന്ന് ആയുർവേദത്തിൽ പറയും. അതുണ്ടെങ്കിൽ ഒരാൾക്ക് ആരോഗ്യം ഉണ്ടാവും. അയാൾക്ക് എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാവും. അയാൾ കയ്യിന് കരുത്തുണ്ടാവും, കാലിന് കരുത്തുണ്ടാവും, എല്ലാം ഉണ്ടാവും. നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ ദഹിപ്പിച്ച് ശരീരത്തിന് ആവശ്യമായ ഊർജവും പോഷകങ്ങളുമായി മാറ്റുന്നത് ആമാശയത്തും ചെറുകുടലിലും നിലകൊള്ളുന്ന ഈ അഗ്നിയാണ്. നമ്മുടെ അനവസരത്തിലുള്ള രീതികൾ, ജീവിത രീതികൾ കാരണം ഈ ജഠരാഗ്നി മന്ദഗതിയിലാവും, പിന്നെ അയാളെ ശരീരം വീക്കാവും. അപ്പം ഒരു നിലക്ക് നോക്കുകയാണെങ്കിൽ വയസ്സെന്ന സംഗതിയില്ല. അതായത് ഓജസ്സിനെ കൃത്യമായി നിലനിർത്താൻ കഴിഞ്ഞാൽ എന്നും യൗവനുണ്ടാവും. ഉദാഹരണം പറയാം, യുവവൃദ്ധന്മാരുണ്ടാവും, വൃദ്ധ യുവാക്കളുണ്ടാവും. മനസ്സിലായില്ല? യുവവൃദ്ധന്മാരുണ്ടാവും. അതെങ്ങനെ യുവവൃദ്ധന്മാർ? എങ്ങനെ യുവവൃദ്ധന്മാർ? ആള് യുവാവായിരിക്കും, പക്ഷേ ഈ ഓജസ് ഉണ്ടാവില്ല. ഈ ജഠരാഗ്നി മരിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് മര്യാദയ്ക്ക് ദഹിക്കൂല. ദഹനം ശരിയായാൽ മാത്രമേ, അത് വളരെ ഇമ്പോർട്ടൻ്റ്, ദഹനം ശരിയായാൽ മാത്രമേ ആരോഗ്യം ഉണ്ടാവൂ. അപ്പം അവിടെ ശ്രദ്ധിക്കണം, ജഠരാഗ്നിയെ ഉണർത്തിക്കൊണ്ടുവരണം, ജഠരാഗ്നി നിലനിൽക്കണം. ദഹിപ്പിക്കുന്ന ഒരു ചൂടുണ്ട് ബോഡിയിൽ, അതിനാണ് ജഠരാഗ്നി. ആയുർവേദത്തിൽ അതിന് ജഠരാഗ്നി എന്ന് പറയും. അത് എന്നും യൗവനത്തിൽ നിലനിൽക്കും. അതാർക്ക് 70, 75 വയസ്സായ, 90 വയസ്സായ, 100 വയസ്സായ ഒരാൾ ഉംറക്ക് പോയ സംഭവം ഈ അടുത്ത ദിവസം ഉണ്ടായല്ലോ. എന്നിട്ട് അയാൾ ഹിറാഗോ നടന്നു കയറി റാഹത്തായി തിരിച്ചു വന്നല്ലോ. എന്തുകൊണ്ട്? അയാൾക്ക് ദഹനവസ്ഥ കൃത്യമായിരിക്കും. അതേ സമയത്ത് 25, 30 വയസ്സായ ആൾക്ക് ദഹന പ്രക്രിയ ശരിയാവൂല. അയാൾ യുവവൃദ്ധനാണ്, അയാൾക്ക് ഒന്നും നടക്കൂല. 10 അടി നടക്കാൻ കഴിയില്ല, ഓട്ടോറിക്ഷ വിളിക്കേണ്ടി വരും. നടക്കാനേ കഴിയില്ല ചില ആളുകൾക്ക്, കഴിച്ചാൽ ദഹിക്കൂല. ഇപ്പൊ രാത്രി ഭക്ഷണം കഴിച്ചാല് വിധി പ്രകാരം നടക്കണം. എന്താർത്ഥം? വൈകുന്നേര ഭക്ഷണം കഴിച്ചു, വൈകുന്നേര ഭക്ഷണം, രാത്രി ഭക്ഷണം, തമശ നടക്കുകയും ചെയ്തു. അപ്പം മഗ്‌രിബിന് മുമ്പ് നമ്മുടെ മഗ്‌രിബ് വൈകുന്നേരം സന്ധ്യാനിസ്കാരം, മഗ്‌രിബ് നിസ്കാരം, മുസ്ലിങ്ങളെ സംബന്ധിച്ച് മഗ്‌രിബ് നിസ്കാരം. സന്ധ്യാനിസ്കാരത്തിന് മുമ്പ് ഒരാൾ 6 മണിക്ക് രാത്രി ഭക്ഷണം കഴിച്ചാൽ 2-4 നടത്തുന്നുണ്ട്. ഒന്ന്, പള്ളിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങണം, പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങണം. പിന്നെ ഒരു മഗ്‌രിബിന്, പിന്നെ ഇശാക്ക്. മനസ്സിലായില്ലേ? 1 കിലോമീറ്റർ അപ്പുറത്താണ് പള്ളിയെങ്കിൽ മഗ്‌രിബിന് 2 കിലോമീറ്റർ നടക്കും, ഇശാക്ക് 2 കിലോമീറ്റർ. അപ്പോൾ എത്രയായി?
രാത്രി ഭക്ഷണം കഴിച്ചത് എത്ര നടന്നു? 4 മിനിറ്റ് നടന്നു, 4 കിലോമീറ്റർ നടന്നു. ഒരു ഗോത്രക്കാർ പള്ളിയുടെ അടുത്തേക്ക് വീട് മാറ്റി പണിയാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ പുണ്യ റസൂൽ സമ്മതം കൊടുത്തില്ല. എന്തുകൊണ്ട്? അതാണ് നിങ്ങൾക്ക് നല്ലത്, അവിടെ വീടായിട്ട് ഇവിടെ വന്ന് പള്ളി നിസ്കരിച്ചു പോവുക എന്നാണ് പറഞ്ഞത്. നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്നത്. എന്ത്? രാത്രി ഭക്ഷണം ഈ ജഡനാഗ്നി ഉണർന്ന് കിട്ടണം. ചിലർ നമ്മുടെ കൃത്യതയില്ലാത്ത ഭക്ഷണക്രമം, അതുകൊണ്ട് ജഡരാഗ്നി മരിച്ചു, മന്ദഗതിയിലാവും. ഇപ്പൊ തമശ, വൈകുന്നേരം ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണവും സൂര്യനുമായി വലിയ ബന്ധം, ദഹനവും സൂര്യനുമായി വലിയ ബന്ധമുണ്ട്. സൂര്യൻ ചക്രവാളത്തിന്റെ പരിധിയിൽ ഇല്ലാത്തതാണല്ലോ രാത്രി, അപ്പോൾ ദഹനത്തിന് പ്രയാസം നേരിടും. അതുകൊണ്ടാണ് ലൈറ്റായി കഴിക്കണം എന്ന് പറയുന്നത്. പകൽ സ്വാഭാവികമായി നമ്മുടെ മുന്നിൽ ആരുണ്ട്? സൂര്യനുണ്ട്. സൂര്യൻ വല്ലാത്തൊരു ഗോളാണ്, നമുക്ക് വളരെ ഉപകാരം ചെയ്യുന്നൊരു സൂര്യൻ. നമ്മളാകട്ടെ നമ്മളെ ഇന്നത്തെ രീതി അനുസരിച്ച് വൈകുന്നേരം വരെ കിടന്നുറങ്ങും. പലരും ഉച്ച വരെ ഉറങ്ങും, 11 മണി വരെ, 10 മണി മുമ്പ് ഒക്കെ ഉറങ്ങും. നടത്തം മുഴുവനും എപ്പോഴായിരിക്കും? രാത്രിയായിരിക്കും. തീറ്റയും നടത്തവും ഒക്കെ, തീറ്റയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും പോക്കും, കല്യാണം, 4 കല്യാണം, 5 കല്യാണം, നിശ്ചയം കല്യാണം, സൽക്കാരം, ഇതിലെല്ലാം പങ്കെടുക്കുന്നത് എപ്പോഴാ? രാത്രി. പകലോ? കിടന്നുറങ്ങും. അപ്പോൾ കഴിക്കാൻ പാടില്ലാത്ത നേരത്ത് കഴിച്ചു, കഴിക്കേണ്ട സമയത്ത് ഉറങ്ങി. പകൽ ഉറങ്ങാനേ പാടില്ല. പകൽ ഒരല്പനേരം ഉറങ്ങാം. ഏത് സമയത്ത്? ഉച്ചക്ക് അല്പം മുമ്പ്. അതെന്താണ്? രാത്രി എണീറ്റിരിക്കുന്ന ആളുകൾക്ക് പകലൊരല്പനേരം ഉറങ്ങിയാൽ അതവിടെ അഡ്ജസ്റ്റായി, അത് വലിയ കരുത്തുണ്ടാക്കും. അറബി ഭാഷയിൽ അതിന് കൈലൂല എന്ന് പറയും. ഉച്ചക്ക് മുമ്പുള്ള ഒരു 10-10:30 ശേഷമുള്ള ഒരല്പനേരമുള്ള ഉറക്കം, അതിന് കൈലൂല എന്ന് പറയും. 11 മണി കുറച്ച് നേരം ഉറക്കം, അതിന് കൈലൂല എന്ന് പറയും അറബി ഭാഷയിൽ. അതൊരു വിശ്രമമാണ്, അത് വലിയ കരുത്തുണ്ടാക്കും. അല്ലാത്തൊരു ഉറക്കമില്ല. അപ്പം ഈ ദഹന വ്യവസ്ഥയെ നമ്മൾ നേരെയാക്കും. ജഡരാഗ്നിയെ ഉണർത്തി കൊണ്ടുവരണം. ആദ്യം നമ്മുടെ ജഡരാഗ്നിക്ക് ചൂട് പിടിക്കണം. അപ്പോൾ ഉദാഹരണം, ആയുർവേദ വിധിപ്രകാരം ഒരാൾക്ക് രോഗം ഉണ്ടെങ്കിൽ ആദ്യം നല്ല വൈദ്യരാണെങ്കിൽ വൈദ്യർ ശരിയാക്കുക എന്താണ്? അയാളുടെ ദഹനാഗ്നിയെ ഉയർത്തും. ദഹനാഗ്നി ഉയർന്നു വന്നാൽ അയാളുടെ രോഗം അതോടുകൂടെ ഇല്ലാതെയാവും. ദഹനാഗ്നി ഉണരണമെങ്കിൽ ആമാശയത്തിലെ കെട്ടിക്കിടക്കൽ ഒഴിവാക്കണം. ആമാശയത്തിൽ കെട്ടിക്കിടന്നാൽ ഈ ജഡരാഗ്നി കുടരാൻ കഴിയൂല. ശ്രദ്ധിക്കുക. ചരക സംഹിതയിൽ ഇങ്ങനൊരു വാക്കുണ്ട്, 15-ാം അധ്യായത്തിൽ ഗ്രഹണീയ ദോഷ ചികിത്സയെ കുറിച്ച് പറയുന്ന അധ്യായത്തിൽ ചരക മഹർഷിയുടെ ഒരു വാക്കുണ്ട്. ആയുർവർണോ ബലം സ്വാസ്ഥ്യം ഉത്സാഹോപജയോ പ്രഭാ ഓജസ്തേജോഗ്നയ പ്രാണാശ്ചോക്താഹ ജഡരാഗ്നി ഹേതുകാഹ. ഇത് ചരക മഹർഷിയുടെ ചരകസൂത്രമാണ്. ചരകൻ ഒരു വലിയ മഹാനായിരുന്നു എന്ന് പലർക്കും അഭിപ്രായമുണ്ട്. ചരകൻ ഒരു പ്രവാചകനാണെന്ന് പോലും അഭിപ്രായപ്പെട്ട ചില ആളുകൾ ഉണ്ട്. ചരകൻ വലിയ ആളാണ്. എന്താണ് ഇതിൽ പറയുന്നത്? ആയുർവർണോ ബലം സ്വാസ്ഥ്യം ഉത്സാഹോപജയോ പ്രഭാ. ആയുർ മനുഷ്യൻ്റെ ആയുസ്, ദഹനം ശരിയായി നടന്നാൽ മാത്രമേ ശരീരം ക്ഷയിക്കാതെ ദീർഘകാലം ജീവിക്കാൻ സാധിക്കൂ. ഒരാൾക്ക് ദഹനം കൃത്യമായി നടക്കണമെങ്കിൽ, ഉണ്ണുണ്ടെങ്കിൽ അയാൾക്ക് എന്തുണ്ടാവും? കരുത്തുണ്ടാവും. ആയുസ്സിനനുസരിച്ച് ബലം ഉണ്ടാവും. ഏതായുസ്സിനും ബലം ഉണ്ടാവും. ദഹനപ്രകൃതിയെ കൃത്യമാണെങ്കിൽ 70 വയസ്സിലും ആരോഗ്യം ഉണ്ടാവും. ദഹന വ്യവസ്ഥ കൃത്യമാണെങ്കിൽ 80 വയസ്സിലും ആരോഗ്യം ഉണ്ടാവും. ഞാൻ പറയുന്നത്, ഈ പാടത്തൊക്കെ പണിയെടുക്കുന്ന ചില ആളുകളുണ്ടല്ലോ, 70-80 വയസ്സിൽ കൈക്കോട്ടും ചുമന്ന് കലപ്പയും ചുമന്ന് പോയിട്ട് അവരെന്ത് ചെയ്യും? പാടത്തും പറമ്പിലും പണിയെടുക്കും. അങ്ങനത്തെ ആളുകളില്ലേ? ഈ ആളുകൾക്ക് ദഹന വ്യവസ്ഥ കൃത്യമായിരിക്കും. എന്തുകൊണ്ട്? അവർ എന്ത് ചെയ്യുന്നുണ്ട്? പണിയെടുക്കുന്നുണ്ട്. പിന്നെ നാച്ചുറലായ ഭക്ഷണമേ കഴിക്കൊള്ളുന്നുള്ളൂ. ഒരു സിന്തറ്റിക്കായ ഭക്ഷണം, ഒരു എന്താ പറയുക, രാസപദാർത്ഥങ്ങൾ അടങ്ങിയ ഭക്ഷണം അവർ കഴിക്കണില്ല. അവർ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണം. ഇപ്പോൾ ബ്രിട്ടീഷ് രാജ്ഞിമാരൊക്കെ വളരെ, എലിസബത്ത് തന്നെ മരിച്ചപ്പോൾ 100 വയസ്സോ 100 ചില്ലാനോ വയസ്സോ ഉണ്ട് എലിസബത്തിന്. ഇപ്പോഴേ മരിച്ച്. എന്താ കാരണം? കൊട്ടാര വളപ്പിൽ കൃഷി ചെയ്യുന്നതല്ലാത്ത ഒരു സാധനവും രാജ്ഞി കൊടുക്കൂല.
ഒരു രാസവളം ഉപയോഗിച്ച സാധനം കൊടുക്കൂല, രാജ്ഞി കൊടുക്കൂല. ഇപ്പോഴല്ലേ എലിസബത്ത് രാജ്ഞി മരിച്ച്? ഈ ഫാക്ടംഫോസ് 20 പൊട്ടാഷ്യം ഇതൊക്കെ കയറ്റിവിടുന്ന അവർ ഇത് കഴിക്കൂല. കൊട്ടാര വളപ്പിൽ നാച്ചുറലായ വളം കൊടുത്ത് വളർത്തിയ പച്ചക്കറി അല്ലാതെ, നെല്ലല്ലാതെ, ഗോതമ്പല്ലാതെ, ആ പരിധിയിലുള്ളതല്ലാതെ കഴിക്കൂല, അവർ കഴിക്കില്ല. അതുകൊണ്ട് വലിയ കരുത്തവർക്കുണ്ടായി. ആയുർവർണോ ബലം സ്വാസ്ഥ്യം ഉത്സാഹോപജയോ പ്രഭാവ ഓജസ്തേജോഗ്നയ പ്രാണാശ്ചോക്ത ജഠരാഗ്നി ഹേതുകാഹ. ചരക മഹർഷിയുടെ ചരകസൂത്രത്തിൽ നിന്നാണ് ഞാൻ വായിച്ചത്. ആയുർവർണോ, വർണ്ണം അതായത് ചർമ്മത്തിൻ്റെ സ്വാഭാവികമായ നിറവും ആരോഗ്യവും, രക്തം ശുദ്ധമാകുന്നതും ചർമ്മത്തിന് നിറം ലഭിക്കുന്നതും എല്ലാം നല്ല ദഹനത്തിലൂടെയാണ്. ആയുർവർണോ ബലം സ്വാസ്ഥ്യം ഉത്സാഹോപജയോ പ്രഭാ തേജസ് തേജോഗ്നയ ഓജസ് തേജോഗ്നയ. ഓജസ് അതേ ശരീരത്തിൻ്റെ പരമമായ ഊർജം, രോഗങ്ങളെ ചെറുക്കാനുള്ള ആന്തരിക ശക്തി. തേജസ് ബുദ്ധിശക്തി, മാനസികമായ തെളിച്ചം. അഗ്നേയ ശരീരത്തിൻ്റെ മറ്റ് 12 തരം അഗ്നികൾ. 12 തരം അഗ്നികളാണ് ശരീരത്തിലുള്ളത് ആയുർവേദ പ്രകാരം. 5 ഭൂതാഗ്നികളും 7 ധാത്വാഗ്നികളും, അങ്ങനെ 12 തരം അഗ്നികളാണ് ശരീരത്തിലുള്ളത്. ഇവയാണ് കോശതലങ്ങളിൽ പോഷകങ്ങളെ എത്തിക്കുന്നത്. ഇവയും ജഡരാത്രിയ. ഇതെല്ലാം പ്രാണ ഓജസ് തേജോഗ്നയ പ്രാണോശ്ചോക്ത. പ്രാണൻ അഥവാ ജീവൻ, പ്രാണവായു, അത് കൃത്യമായി പോക്ക് വരവ്, ശ്വാസം ഉച്ഛ്വാസം, ഇതെല്ലാം ജഠരാഗ്നി ഹേതുക. ഇത് ചരകസൂത്ര. ഇതെല്ലാം ജഠരാഗ്നി കാരണമാണ്. ജഠരാഗ്നി കൃത്യമായി നടക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് എന്ന് ചരക മഹർഷി, അദ്ദേഹമാണ് ആയുർവേദത്തിൻ്റെ പിതാവ്. അതായത് ഒരു മനുഷ്യൻ അവൻ്റെ ശ്വാസോച്ഛ്വാസം വരെ കൃത്യമായി പമ്പിങ് അതുമായി രക്തത്തിൻ്റെ പമ്പിങ് കൃത്യമായി നടക്കണമെങ്കിൽ എന്ത് വേണം? ജഠരാഗ്നി കൃത്യമായി നിൽക്കണം. അത് മന്ദാഗ്നി ആകരുത്. അതായത് ഒരു പ്രാണൻ നിലനിൽക്കുന്ന കാലത്തോളം ഒരു ചൂടുണ്ടാവും. പക്ഷെ ആ ചൂട് ആവശ്യമായി കത്തണം ബോഡിയിൽ. വളരെ ശ്രദ്ധിക്കണം, ആവശ്യമായി കത്തണം. അതുകൊണ്ടാണ് പിന്നെ ശരീരം ചൂട് പിടിച്ച നേരത്ത് തണുത്ത വെള്ളം കുടിക്കരുതെന്ന് പറയുന്നത്. അതെന്താണ്? അത് നമ്മളൊരു അടുപ്പിലേക്ക് തീ അതിനൊന്നും യാതൊരു ബോധവും ഇന്ന് നമുക്കില്ല. വെള്ളം കുടിക്കാൻ പറ്റാത്ത നേരമുണ്ട്. ശാരീരികം ചില സമയത്ത് വെള്ളം കുടിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ബോഡി ഹീറ്റിലായിരിക്കും. ആ സമയത്ത് വെള്ളം കുടിക്കാൻ പാടില്ല. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഓടി വന്നാൽ ഉടനെ വെള്ളം കുടിക്കാൻ പാടില്ല. നമ്മൾ ഓടി കെതിച്ച് വന്നിട്ട് അങ്ങനെ എന്തുകൊണ്ട്? അത് ആ അഗ്നിയെ കെടുത്തു. ഉദാഹരണം പറയാം, നമ്മൾ അടുപ്പിൽ തീക്കാനുള്ള ഒരു അടുപ്പിലേക്ക് വെള്ളം ഒഴിച്ചാൽ പുക അങ്ങനെ പോകുമല്ലോ. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അതന്നെ ചെയ്യാൻ പാടില്ല. ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് ജഠരാഗ്നി ഉണരും. അപ്പോൾ ഒപ്പം വെള്ളം അങ്ങനെ കുടിക്കരുത്, പാടില്ല. അപ്പോൾ പിന്നെ ദാഹം ഉണ്ടെങ്കിലോ മോര് കുടിച്ചോ. ഈ ഉച്ചഭക്ഷണത്തോടു കൂടെ മോര് കുഴിക്കുന്നത് നല്ലതാണ്. ദാഹം ഉണ്ടാവുകയും ഇല്ല, അതേ സമയത്ത് ജഠരാഗ്നിയെ കെടുത്തുകയും ഇല്ല. രാത്രി മോര് കുടിക്കുകയും ചെയ്യരുത്. രാത്രി മോര് കുടിക്കരുത്. മോര്, തൈര് ഇതൊന്നും രാത്രി കുടിക്കരുത്. മീൻ കറിയാണെങ്കിൽ കഴിക്കരുത്. മനസ്സിലാവട്ടെ പറഞ്ഞു? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഉച്ചഭക്ഷണത്തിൽ മോര്, തൈര് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ഓരോ ഉരുളക്കും നമ്മൾ അകത്തേക്ക് ഇതൊരു കത്തിക്കണം. അതിനനുസരിച്ച് അള്ളാഹു നമ്മളെ ബോഡിയുടെ മെറ്റബോളിസം അതനുസരിച്ച് ക്രമീകരിച്ചതാണ് ഈ ബോഡി. അത് നമ്മൾ ആ ജഠരാഗ്നിയെ കെടുത്തുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. എങ്കിൽ അത് മന്ദാഗ്നിയായി മാറും. പിന്നെ ആ ഭക്ഷണം ദഹിക്കാൻ നേരം വൈകും. ഇത് പഠിച്ചാൽ ആരോഗ്യം പഠിച്ചവർ ആയുസ് മുഴുവൻ പഠിക്കേണ്ടത് ആരോഗ്യം. ഏറ്റവും ചുരുങ്ങിയത് ഒരു മനുഷ്യന് ആവശ്യമായ അളവിലെങ്കിലും എന്നെ ആരോഗ്യം പഠിക്കട്ടെ. ഞങ്ങളോട് പറഞ്ഞല്ലോ, വയസ്സ് എന്നൊരു സംഗതിയില്ല. വയസ്സ് എന്ത് വയസ്സ്? എന്ത് ചെറുപ്പം? ഓജസ്സാണ് ചെറുപ്പം. ഓജസ് 70-ലും 80-ലും 100-ലും ഉണ്ടാവും.
100 വയസ്സായ മനുഷ്യന്റെ ഓജസ് ക്ലിയർ ആയത് കൊണ്ടാണല്ലോ അയാൾ ഉംറക്ക് പോയി. ആ മനുഷ്യനെ പോലത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം വീൽ ചെയറിലല്ലേ കൊണ്ടിടക്കണ്ട്. പല ഉംറ ചെയ്തു, തവാഫ് ചെയ്തു, എല്ലാം ചെയ്തില്ലേ ആ മനുഷ്യൻ? ചിന്തിക്ക്. എന്നിട്ട് ഹിറാ ഗുഹ കയറി ഇറങ്ങി. എന്തുകൊണ്ട്? ഓജസ്, കരുത്ത്, തേജസ് എല്ലാം ഉണ്ട്. ഈ 11 ഗുണവും അയാൾക്കുണ്ട്. എന്താ ഉണ്ടായത്? അദ്ദേഹത്തിന്റെ ജഡരാഗ്നി കൃത്യമായിരിക്കും. ഇന്ന് നമ്മളിൽ പല ആളുകൾക്കും ജഡരാഗ്നിയെ കെടുത്തിയിട്ട് അത് മന്ദാഗ്നിയാണ്. അതായത് ശരീരത്തിലുള്ള ആ ഒരു അടിസ്ഥാനപരമായൊരു ചൂടുണ്ടല്ലോ, ആ ചൂട് മന്ദഗതിയിലാണ്. അതുകൊണ്ട് ആവശ്യമായ നിലക്ക് ഭക്ഷണത്തെ പൂർണ്ണമായി ദഹിപ്പിക്കാനുള്ള കരുത്ത് ഇന്ന് നമ്മുടെ ശരീരത്തിലെ ഈ ജഡരാഗ്നിക്ക് ഇല്ല. അത് മന്ദാഗ്നിയായി മാറി.